ചന്തുവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ചന്തുവിൻ്റെ അവസാന നിമിഷമാണ്. ആ സമയത്തെങ്കിലും അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ മീഡിയക്കാർ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കാൻ നോക്കുക. ഇനിയുള്ളിടത്താണെങ്കിൽ പോലും ഇങ്ങനെ ചാടി കയറി പോകുമ്പോഴാണെങ്കിലും കുറച്ചൊക്കെ സ്പേസ് കൊടുക്കാൻ നോക്കുക. ആൾക്കാരുടെയും എന്താ പറയുക, ഈ മരണവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഈ നടന്മാരുടെയൊക്കെ. പക്ഷെ ഇത്രയും ഒരു വിഷമകരമായിട്ടുള്ളൊരു ദിവസം ഇന്നാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ മുതൽ ഈ കുറെ കമ്മിയുടെ കുറെ കമൻസും കാര്യങ്ങളൊക്കെ, അതും ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും നീ മരിച്ചത് നന്നായി, നിനക്കൊന്നും ഗുണം പിടിക്കത്തില്ല, അതാണ് നീ പെട്ടെന്ന് പോയത്, ഇങ്ങനെയൊക്കെ കുറെ കമൻസും കാര്യങ്ങളൊക്കെ. അതായത് അദ്ദേഹത്തിന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് കണ്ട് ആ പോസ്റ്റിൻ്റെ ഇടയിൽ മൊത്തം നെഗറ്റീവ് കമൻസ്, മരിച്ചത് ഈശ്വര ആശ്വാസമായെന്നും പറഞ്ഞു. ഇവരുടെയൊക്കെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോഴോ തൃപ്തിയാവും നമുക്ക്. ചില പാർട്ടിക്കാരെ പോലും പറയിപ്പിക്കാൻ വേണ്ടി കുറെ നാറികൾ, ഞാൻ അങ്ങനെ പറയൂ. പ്രത്യേകിച്ചും സഖാക്കൾ എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ളവരും ഉണ്ട്. നീയൊക്കെ ഒരു യോഗ്യതയില്ല. ഞാൻ ഒരുപാട് സഹാക്കന്മാരെ കാണുന്നുണ്ട്, അന്തസ്സുള്ളവന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരുത്തൻ്റെ മരണത്തെ സന്തോഷിക്കുന്ന ഒരു സഹാക്കന്മാരെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെപ്പോലുള്ള നാറുകൾ, വിഷവിത്തുകൾ മാത്രമേ ഉള്ളൂ. പാർട്ടിക്കും ഗുണമില്ലാത്ത കുറെ നാറുകൾ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഹോമാർ. ഞാൻ അങ്ങനെ പറയും. കുറെ നാറികൾ വന്ന് മേടിൽ. ചില പെണ്ണുങ്ങളും ഉണ്ട്, ചില പെണ്ണുങ്ങളും ഉണ്ട്. ഒരുത്തരെയും പിൻ ചെയ്ത് വെച്ചതാ. ഓക്കെ, ഞാൻ ഇനി വല്ലതും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ ഫോട്ടോ സഹിതം വെച്ചിട്ട് വീഡിയോ അടിക്കും. ഞാൻ ഒരു മടിയില്ല. ഇതിന് എന്ത് കേസ് വന്നാലും ഞാൻ നേരിടുന്നു. ഫോട്ടോ വെച്ചിട്ടടിക്കും. ആണെന്നോ പെണ്ണോന്നോ നോക്കത്തില്ല. കാരണം അമ്മാതിരി വൃത്തിയായിട്ട കമൻറ്റ്, നിന്റെ തന്തയൊന്നും അല്ലല്ലോടെ ചത്തയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ. ഞാൻ ആലോചിച്ചവരൊക്കെ എന്ത് ഇങ്ങനെയെന്ന്. ഓക്കെ, ഒന്നാമത് അവിടെ നിൽക്കാൻ സ്ഥലമില്ല, പോലീസുണ്ട്. ഇപ്പന്മാരെ പിടിച്ച് നല്ല രീതിയിൽ തെള്ളുന്നുണ്ടായിരുന്നു. മീഡിയയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അവനെ വിളിച്ചപ്പോൾ പറയടാ ഭയങ്കര തെള്ളായിരുന്നു അവിടെ. ഞങ്ങളൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഭയങ്കര തെള്ളായിരുന്നു. അവന്മാർ തെള്ളായിരുന്നു. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പോലും ഒറ്റയിടത്ത് മാറി നിൽക്കുന്നില്ല. ക്യാമറ തിരിച്ച് മരിച്ച് ഒക്കെ എന്താ പറയുക, അങ്ങോട്ട് വീടുന്ന് ഇതൊക്കെയായിരുന്നു അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. അവസാനം കുരു പൊട്ടിയിട്ടാണ് പുള്ളിക്കാരൻ കയറി റേസ് ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാനം ഒന്ന് കണ്ടോട്ടെ അവർ. എല്ലാ എണ്ണവും പറയുന്നത് അവൻ്റെ പട്ടി ഷോ കണ്ടില്ലേ, അവന് നാണമില്ലേ, അവന് മാനമില്ല. അവിടെ അവൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അവനോട് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവൻ്റെ സങ്കടമാണ് അതൊക്കെ പോലും മനസ്സിലാക്കാതെ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവൻ്റെ സങ്കടമാണ്. അവസാനം അവരൊന്ന് കണ്ടോട്ടെ, സ്വസ്ഥമായിട്ടൊന്ന് കണ്ടോട്ടെ. ഇതെല്ലാം കൂടെ അവരുടെ മേത്തോട്ട് വീഴുക. അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് വി ഡി സതീശൻ വരും. വി ഡി സതീശൻ വന്ന സമയത്ത് ഇതേ കിടക്കുന്നു ഒരു നാറി. ഞാനും കോൺഗ്രസ്സുകാരനൊക്കെ തന്നെയാണ്, എനിക്കും കോൺഗ്രസ് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഇപ്പോൾ പാർട്ടിയിൽ ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. ഈ സമയത്ത് ആരെങ്കിലും ഒരിതിടുവോ, ഷാളിടുകൂടാ നാറികളെ? എല്ലായിടത്തും ഇങ്ങനെ അടിമകളുണ്ടോ? ഞാൻ ആലോചിച്ചു. കോൺഗ്രസിൽ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇന്ന് ഞാനത് കാണുകയും ചെയ്തു. അത് കലക്കി. സത്യം പറയാലോ, വി ഡി സതീശന് കൈയടി തന്നെ കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു ഇന്നത്തെ. ഇന്ന് അവിടെ ഉള്ളവരെല്ലാവരും മാറ്റി നിർത്താനും പോലീസുണ്ടെങ്കിൽ പോലീസിനോട് പറയായിരുന്നു. പക്ഷെ അയാൾ അവിടെ നിന്നിട്ട് എല്ലാം പുള്ളിക്കാരൻ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ വർഷങ്ങൾ തൊട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ തന്നെ. ഇന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ മീഡിയയോട് പറഞ്ഞപ്പോൾ ഒടുക്കത്തെ തള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥ ഞാനൊരു ലാസ്റ്റ് ഒരു വീഡിയോ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് കൈരളിക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്, അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കുറെ എണ്ണം കടക്ക് പുറത്ത് വേണ്ട നിങ്ങളുടെ വി ഡി സതീശൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ട്രോൾ ഇറക്കും. ഞാനൊരു കാര്യം പറയാം, ട്രോൾ ഇറക്കാൻ നിൽക്കുന്നവന്മാരോട് നീയൊക്കെ ഇത് പുറത്ത് വിടുവാണെങ്കിൽ നീയൊക്കെ തന്നെ നടത്തുള്ളൂ. കാരണം കേരളത്തിലെ ജനങ്ങൾ മൊത്തം അത് കണ്ടു കഴിഞ്ഞു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന്. അതും വളച്ചൊടിക്കാൻ നിൽക്കരുത്. വളച്ചൊടിക്കാൻ നിൽക്കുക. അവിടെ പോലീസുകാരെ നിരന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ പറയാറുന്നില്ല മാറി നിൽക്കുക, പോലീസിനോട് പറയാം നിങ്ങളൊന്ന് മാറ്റി നിർത്തുന്നു പറയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പുള്ളി അവിടെ മൊത്തം കാര്യത്തിൽ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെ നിൽക്കുകയൊക്കെ ചെയ്തത്. Please,
ഒരു മുഖ്യമന്ത്രിയാണ് ഇത്ര റിക്വസ്റ്റ് ഒന്നും നിങ്ങൾ കണ്ടില്ലേ? വേറെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ ഭൂകമ്പം നടക്കത്തില്ലായിരുന്നു. പിണറായി സഖാവായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളവിടെ ഇപ്പം എന്താണെന്ന് തന്നെ പോലീസിൻ്റെ അടി കിട്ടിയവന്മാർ പരിപ്പിളയ്ക്കാനാണ് വേണമെങ്കിൽ. ഇവരൊക്കെ ജനങ്ങളോടെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. വേറെ വല്ലവരും ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്ന് ആലോചിക്കും. ഇവരുള്ള ജനങ്ങൾക്കത് മനസ്സിലാവും. അടുത്തതാണ്ട് ഈ ഒരു സംഭവമാണ്. രാഹുലും ഈ പറയുന്ന ദിലീപ് ഒരു ഫ്രെയിമിൽ. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ അറിയാലോ നാട്ടുകാർ ഏത് രീതിയിലാണ് കമന്റ് ഇടുന്നത്. അതും കമന്റ് ബോക്സിൽ എൻ്റെ പൊന്നോ അതിനകത്തൊരു കമന്റ് എന്ന് വെച്ചാൽ ഞാനത് സൈഡിൽ വെക്കുന്നില്ല. രണ്ടെണ്ണം കൂടെ ഏതെങ്കിലും അവന്മാരെ കൊണ്ടുപോയിട്ട് താങ്ങിയിട്ട് വരുവാന്നുള്ള രീതിയിലെ കമന്റ്. അത് അതിനേക്കാളും രസകരം. ഒരു മരണ വീടാടേ. അതും കൂടെ ചിന്തിക്കാൻ പോലും ബോധമില്ലാത്ത കുറേ ആൾക്കാർ. കണ്ടില്ലേ? അത്രയും ദിലീപിന്റെ സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ട് ഉള്ളില്ല. ഭയങ്കര സങ്കടവും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു നമ്മൾ സെൽഫി എടുക്കുന്നത് ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നാടും ഒരു ലോകമൊക്കെ. എനിക്കറിയത്തില്ല എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇതുപോലുള്ള കുറേ ആൾക്കാരുണ്ട്. സത്യം പറയാലോ, നമുക്ക് നമ്മളെ ഉള്ളൂ. നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്താ പറയാ, ഒരു വില ഉണ്ടാകത്തില്ലെന്നേ ഇപ്പം ഇന്നത്തോടെ എനിക്ക് ശരിക്കും മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞിലെ മുതൽ നമ്മളെ സന്തോഷിപ്പിച്ച് ടി വി നോക്കിയാൽ സലീം കുമാറിന്റെ പടം കാണാത്തവരാരുമില്ല. ഇന്ന് ആ ഒരു വ്യക്തി മരിച്ചപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ആ മനുഷ്യനെ എന്തൊക്കെ തെറികളും കാര്യങ്ങളൊക്കെ മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് വെറുതെ വിട്ടില്ല. പിന്നെ മരണ വീട്ടിൽ വന്നിട്ട് മാലയിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതായത് വി ഡി സതീശൻ വരുമ്പോൾ മാലയിടുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ സെൽഫി എടുക്കാൻ പോകുന്നു. അങ്ങനെ പിന്നെ കുറേ വി ഡി സതീശൻ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സൗഹൃദത്തിനെ കുറിച്ച്. അത് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ മൊത്തം ആൾക്കാർ ഇത് ഫേക്കാണ്, ഇത് ഫേക്കാണ്. ഞാൻ പഴയൊരു വീഡിയോ വെച്ചാൽ കാണുമ്പോൾ ബോധമുള്ളവർക്കത് മനസ്സിലാവും. പറവൂരുകാരനാണ് എന്നതിൽ ഞങ്ങൾക്കെല്ലാം ഭയങ്കര അഭിമാനമുണ്ട്. ഇത്രയും ഞാൻ വീഡിയോ വെച്ചിട്ട് ബാക്കി ഞാൻ വീഡിയോ കാണിക്കുന്നത് കൈരളിയുടെ കണ്ട് നമുക്ക് പഠിക്കാൻ ചാൻസ് കൂടുതലാണ്. താത്തങ്ങ് വെക്കുകയാണ് സൗണ്ട് കേട്ടോ. പറവൂരിൽ ജനിച്ചു വളർന്ന് വലിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ എല്ലാവരുടെയും കഞ്ഞിലുണ്ണിയായി മാറിയ ഒരു കലാകാരനാണ് സലീം കുമാർ. പറവൂരിലെത്തുമ്പോൾ ഒരു താരപരിവേഷവും ഇല്ല. വെറും സാധാരണക്കാരനായി പഴയ സലീം കുമാറായി ഇപ്പോഴും അദ്ദേഹം പെരുമാറുന്നു. എനിക്ക് തോന്നുന്നു വലിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും അദ്ദേഹത്തിന് ഏറ്റവും സാധാരണ തട്ടിലുള്ള ആളുകൾ മുതൽ മുകൾ തട്ടിലുള്ള ആളുകൾ വരെയുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നല്ലൊരു അഭിനേതാവായി അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സലീം കുമാർ ഉടൻ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം അഭിനയം നിർത്തും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊന്നും സന്തോഷകരമായ വാർത്തയല്ല കേട്ടോ. സലീം കുമാറെ ഞാനാണത് പറഞ്ഞിരുന്നെങ്കിൽ സലീം കുമാർ ഉപയോഗിക്കുക എന്ത് വീരദോഷമാണ്. ഇത് നിങ്ങളുടെ സ്വന്തം സതീശൻ ഞങ്ങളുടെ MLA ആണ്, KPCC വൈസ് പ്രസിഡന്റാണ്. മാത്രമല്ല സലീമിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്ന അതെ എന്ത് കാര്യം കൂടി വരുന്ന ഒരാളാണ്. അദ്ദേഹം പറയണോ അമ്മാതിരി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊന്നും ഇനി മുതൽ പുറത്തേക്ക് വിട്ടേക്കരുതേ, ഇനിയും താങ്കൾ അഭിനയിച്ചു കൊണ്ടിരിക്കണം. അല്ല അങ്ങനെ അഭിനയങ്ങൾ നിർത്തിയിട്ട് ഞാൻ വേറെ എങ്കിലും ഇവിടെ ഓക്കെ ഞാനത് ഇനി വെക്കുന്നില്ല. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഇതൊന്നും ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ലെന്നേ. കുറേ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കള്ളങ്ങൾ അടിച്ച് ഇപ്പോൾ പോസ്റ്റർ അടിക്കുന്നുണ്ട്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടി. അതുപോലെ ഈ ഒരു കേസ് കേട്ടും സതീശനെ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചന്തുവിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ സതീശൻ്റെ വരെ എത്തി. ഇന്നത്തെ വിഷയത്തിൽ എന്തൊക്കെ കഥകളാണ് നടന്നത്, എന്തൊക്കെയാണ് ഓരോ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റി. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ സ്റ്റാർ വാല്യോ പദവിയിലോ ഒന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കും. എന്താ പറയണ്ടേ, ജീവിച്ചാലും വിലയില്ല, മരിച്ചാലും വിലയില്ല. ആ ഒരു അവസ്ഥയല്ല. ഉള്ള സമയം കൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നോക്കി വീട്ടുകാരെ പരമാവധി സന്തോഷിപ്പിച്ച് പോകാൻ നോക്കുക. അതേ ഉള്ളൂ. ജീവിതത്തിലും എന്താ പറയണ്ടേ, ഒരു വിലയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. ജീവിച്ചിരുന്നിട്ടും എനിക്കറിയത്തില്ല ഇത് എങ്ങോട്ടായി ലോകം പോകുന്നതെന്ന്. ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, കേരള സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട്. നമ്മുടെ റഹീമിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നതിൻ്റെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന്. അദ്ദേഹം മലയാളികൾ തന്നെയാണല്ലോ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും വരുന്നത്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ പതറുന്നുണ്ട് സംസാരിക്കാനാണ്. ശരിക്കും പതറുന്നുണ്ട്. എന്ത് പറയണമെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് ഞാൻ പറയുന്ന പോലെ ആയിപ്പോയി ഈ ഒരു വീഡിയോയിൽ. വളരെ വിഷമത്തോടെ ചെയ്യുന്നൊരു വീഡിയോ. പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വെറുതെ വെറുപ്പിക്കുന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.